ദാവീദ് പറയും, എൻ്റെ ബലമായ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കും. നല്ലൊരു ആമേൻ പറയാവോ? ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിലൊരു വാക്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ദാവീദ് ഇവിടെ പറയുക, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഏതിനേക്കാളും എന്തിനേക്കാളും അധികമാണ് ദൈവത്തെ നാം സ്നേഹിക്കേണ്ടത്. ഞാൻ ചോദിച്ച കേട്ടില്ല. ഏതിനേക്കാട്ടിലും എന്തിനേക്കാളും അധികമാണ് നാം യേശുവിനെ സ്നേഹിക്കേണ്ടത്. ആ എല്ലാത്തിനെന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? എല്ലാത്തിനേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഗ്രാമം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ളത് യേശുവാണോ? ആണ്. അങ്ങനെയാണ്. ചോദിക്കട്ടെ, ബാക്കി ഉള്ളതെല്ലാം വിലപിടിപ്പില്ലാത്തതല്ലേ? എന്നാൽ അതല്ല ഇന്ന് സഭയിൽ ഞാൻ എന്നിട്ട് പോകാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാച്ച്, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ഇതെല്ലാം ചർച്ചിലിട്ട് വെച്ച് പോകും. എനിക്ക് ഏറ്റവും വലുത് യേശുവാണ്. അപ്പം അറിയാം. ഞാൻ കണ്ടോണം. സഭ വിട്ടു പോകാമെന്ന് ചോദിച്ചാലോ? യേശുവിനെ വിട്ട് വേണേ നമുക്ക് എവിടെ വേണേലും. എന്നാലും മോണ വഴിക്ക് മൊബൈലും വാച്ചും എല്ലാം നമ്മൾ എടുക്കാൻ മിണ്ടുന്നില്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് അവൻ ഏറ്റവും സ്നേഹിക്കേണ്ടതും ഏറ്റവും സമയം ചെലവഴിക്കേണ്ടതും കർത്താവിൻ്റെ മുമ്പിലായിരിക്കണം. അതെത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? അങ്ങനെയാണ് ചോദിക്കട്ടെ, ഈ ദിവസങ്ങളിൽ എത്ര ദിവസം മാവേലിക്ക് വേണ്ടി ചെലവഴിച്ചു? എത്ര ദിവസം ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചു? ഒരാഴ്ച അവധി ഉണ്ടായിരുന്നു. ചില പുള്ളിക്കാർ 2 ദിവസമായിട്ട് ചില പുള്ളിക്കാരികൾ കട അടച്ചിട്ടേച്ച് ഘോഷിക്കും. കച്ചവടം ഇല്ലാതെ 2 ദിവസം വീട്ടിൽ ചുമ്മാതെ. ഞാൻ വിചാരിച്ചു ആരെങ്കിലും വിളിച്ചിട്ട് പാസ്റ്റർ നമുക്കൊരു പ്രാർത്ഥന നടത്താമെന്ന് പറയാമെന്ന്. നിങ്ങൾ പറയും, ഭാഷ പിടിയില്ല, വേറെ ഭാഷ ഞാൻ വിട്ടേനെ. നിങ്ങളാരും മിണ്ടുന്നില്ല. പറയുമ്പോൾ നമ്മൾ പറയും ദൈവത്തെ ഞങ്ങൾക്ക് ഭയങ്കര ചുമ്മാ പറയുന്ന പുളു അടിക്കുന്നതാ, നന്നായിട്ടറിയാം. പിന്നെ പാസ് വഴക്ക് പറയുമല്ലോ എന്ന് ഓർത്തങ്ങ് നിങ്ങളാരും മിണ്ടുന്നില്ല. ദൈവത്തെ ഏതിനേക്കാളിലും എന്തിനേക്കാളിലും സ്നേഹിക്കുന്നവനാകണം ഒരു ദൈവ പൈതൽ. കർത്താവിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നേക്കാൾ അധികം എന്തിനെ സ്നേഹിക്കുന്നുവോ അത് പാടില്ല. അടുത്ത ഭാര്യയും മക്കളെയും അപ്പനെയും ഒക്കെ അധികമായി എന്നെ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ടതും ഏറ്റവും അധികം സമയം ചെലവഴിക്കേണ്ടതും ഏറ്റവും അധികം സേവിക്കേണ്ടതും കർത്താവിനെ മാത്രമായിരിക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ഈ ഞായറാഴ്ച രാവിലെ പാസ്റ്റർ വന്ന് ഞങ്ങളെല്ലാം ശപിക്കുകയാണോ നിങ്ങൾ ചോദിക്കും. ഞാൻ പറയാം, കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ശാപം നിങ്ങളുടെ മേൽ വീഴും. ഹലോ, കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ശാപം നിങ്ങളുടെ മേൽ. നിങ്ങൾ പറയും കർത്താവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കട്ടെ, എത്ര നാൾ കൂടി ആരാധനയ്ക്ക് പോണേ? വേണ്ടുന്നില്ല. എത്ര നാളായി ഒന്ന് ഉപവസിച്ചിട്ട്? എത്ര നാളായി ഒരു കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചിട്ട്? നിങ്ങൾ പറയും കർത്താവിനെ എനിക്ക് ഭയങ്കര ചുമ്മാ പുളുവടിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയങ്ങളും ഏറ്റവും ഇഷ്ടവും ദൈവത്തിന് ചെലവഴിച്ചില്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും നമ്മൾ കൊടുത്താൽ അതിൽ നിന്നും ഒരു ശാപം നമ്മുടെ മേൽ വരാം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അതിൻ്റെ ഓപ്പോസിറ്റായി പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവൻ ആരാ? അനുഗ്രഹിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ ഞാനൊരു ദൂത് പറയാം, ഒരു കുറുക്ക് വഴി പറയാം. അനുഗ്രഹം അനുഭവിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, യേശുവിനെ സ്നേഹിക്കണം. പാട്ട് പാടുമ്പോൾ നമ്മൾ അങ്ങ് പാടും, സ്നേഹിക്കുന്നേ, കയ്യൊക്കെ പൊക്കി ആടി സ്നേഹിക്കുന്നേ. എൻ്റെ അമ്മോ, നിങ്ങളാരും വേണ്ടുന്നില്ല. കർത്താവിനെ കൂടുതലായി ഈ ദിവസങ്ങളിൽ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വിഷയം എന്താ? അത് നിങ്ങളുടെ ജോലിയായിരിക്കാം, അടുത്തത് നിങ്ങളുടെ മക്കളോട് കൂടെ ആവാം. പിന്നെയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ്.
ഈ പറഞ്ഞ 3 വിഷയത്തിൻ്റെ ഒപ്പമെങ്കിലും ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് ആരാധിച്ചതല്ലാതെ പിന്നെ ഇന്നലെ ഒന്ന് ആരാധിക്കുന്നത്. ഇന്നും ആരാധിക്കാത്ത ചില കള്ളന്മാരും കള്ളിമാരും ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആരും മിണ്ടുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എല്ലാ സമയവും സ്നേഹിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ഏതോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ബീച്ചിലൊന്ന് കയറി. ചേരം കാറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയല്ല, സമയം ചിലവഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ടൈം എനിക്ക് ബീച്ചിൽ പോയി ചേരം കാറ്റ് കൊള്ളാമെന്ന് ഓർത്ത് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമാണ്. അവിടെ എല്ലാ തൂണുകളിലും കാമുകന്മാർ കെട്ടിപ്പിടിച്ച് കുടയും തൂടി വെയിലത്ത് അവരങ്ങനെ അങ്ങ് ഇരിക്കുക. ഇതാ ഈ സ്നേഹമെന്ന് പറയുന്നത്, 2 പേരുള്ള സ്നേഹം. അവർക്ക് വെയിൽ വിഷയമല്ല, മഴ വിഷയമല്ല, പരിസരം വിഷയമല്ല, ചുറ്റുപാട് നിൽക്കുന്ന ആരാണെന്നും വിഷയമല്ല. അവർ സ്നേഹിച്ചങ്ങ് ഇരിക്കും. അവൻ പറഞ്ഞില്ല. പെന്തക്കോസുകാരൻ ഒരു ബൈബിള് പോലും നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് വരാൻ ഇപ്പോഴും ധൈര്യമില്ല. പോത്ത് കൂടിനകത്തിട്ട് പോത്ത്. അവൻ പറയുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പബ്ലിക്കായിട്ട് സ്നേഹിക്കണം. രഹസ്യത്തിൽ സ്നേഹിക്കുന്നത് അവിഹിതമാണ്. രഹസ്യത്തിലുള്ള സ്നേഹത്തിന് പേരെന്ന് വെച്ചാൽ അവിഹിതം. ആരും അറിയാതെ ഞാനൊരു ദൈവവേദന അവിഹിതമാണ്. പബ്ലിക്കായിട്ടുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഞാനിങ്ങനെ പറയാം, സ്നേഹം പ്രദർശിപ്പിക്കണം. സ്നേഹം എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ പ്രദർശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചില ആൾക്കാരെങ്ങനെയാണ്, ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പ്രദർശിപ്പിക്കത്തില്ല. പ്രദർശനമൊന്നുമില്ല. നേരിട്ട് കണ്ടാൽ കീരിയും പാമ്പും പോലെ ഇരിക്കുന്നത്. മുഖത്തോട് നോക്കിയാൽ കറുത്ത്. സ്നേഹം പ്രദർശിപ്പിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കണം. ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഭർത്താവിന് മുമ്പിൽ അത് അമ്പിളി കുനിഞ്ഞിരിക്കുക. അത് പറഞ്ഞു അല്ലേ? രാമൻ പറ. മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ പ്രദർശിപ്പിക്കണം. മക്കളെ കാണുമ്പോൾ മുണ്ടും മടക്കി ചങ്കും പിരിച്ചിട്ട് ആവൂ എന്ന് പറഞ്ഞല്ലേ ചെല്ലേണ്ടത്. മക്കളെ ചെല്ലുമ്പോൾ മോനെ എന്നാണ്ടാ സുഖമാണോ ചോദിക്കുക. സ്വന്തം മക്കളുടെ തലമുടിയിലേക്ക് ഇങ്ങനെ വിളിച്ച് മോനെ സുഖമാണെന്ന് പറഞ്ഞ് കവളിലൊരു നാളായി. നിങ്ങളാരും മിണ്ടുന്നില്ല. സവിതയോടെ ചോദിച്ചാൽ നിന്റെ മോനിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി? അവൻ്റെ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് കളഞ്ഞിട്ട് കണ്ണനെ ഒരു ചുംബിച്ചിട്ട് എത്ര നാളായി? സ്വോത്രം പറഞ്ഞിട്ട് എത്ര നാളായി? ചേച്ചി മിണ്ടുന്നില്ല. എനിക്ക് പിന്നെ മിണ്ടാനൊന്നുമില്ല. എനിക്ക് പറയും ആഗ്രഹമുണ്ട് പിള്ളേർ ഇവിടെ ഇല്ലെന്ന്. അപ്പാ മകളെ ഒന്ന് സ്നേഹിച്ചിട്ട് എത്ര നാളായി? സിയ സത്യായിട്ടും പറയടി. സിയ, നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് പറ. ഇല്ലെന്ന് പറ. ഉണ്ടില്ലേ? മക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ അവർ കിട്ടുന്ന സ്നേഹത്തിനടുക്ക പോകും. ഭാര്യയെ സ്നേഹിച്ചില്ലെങ്കിൽ അവർ കിട്ടുന്ന സ്നേഹത്തിനടുത്ത്, ഭർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ അവർ കിട്ടുന്ന സ്നേഹത്തിനടുത്ത് പിന്നീട് ഇത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാമൻ പറഞ്ഞോ. പിന്നീട് കരഞ്ഞിട്ട് പോയത് മിക്കവാറും സ്നേഹം കൊടുക്കാതെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അവിടെ പോട്ടെ. ഏതായാലും ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹം പ്രദർശിപ്പിക്കണം. ദൈവത്തെ സ്നേഹം എങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? അത് ആരാധനയിൽ. ഇന്നത്തെ ആരാധന ഞാനിവിടെ വന്ന് ചിലരൊക്കെ കൈയടിക്കുന്നുണ്ട്. സ്നേഹത്തിൽ കൂടെയുള്ള കൈയടിയല്ല, സ്നേഹത്തിലുള്ള ആരാധനയല്ല നടന്നേ. കീബോർഡ് വെച്ചത് കൊണ്ടും സൗണ്ട് സിസ്റ്റം വെച്ചത് കൊണ്ടും പാസ്റ്റർ തുള്ളിയത് കൊണ്ടും പാസ്റ്റർ തുള്ളി ഞങ്ങളും ഒന്ന് തുള്ളി അവസാനം ഒരു മന്ത വെള്ളവും പിടിച്ച് യോഗം തീർത്ത് പോകുന്നതല്ല. സ്നേഹത്തിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവാലയത്തിൽ വന്നിട്ട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ കണ്ണുനീരോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയായി ഈ ദിവസങ്ങളിൽ നാം എഴുന്നേൽക്കപ്പെടണം. ഞാൻ വീണ്ടും പറയുക, ദൈവത്തെ ഈ ദിവസങ്ങളിൽ സ്നേഹിപ്പാൻ ഒരു ദൈവകൃപ ഏറ്റെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ മടങ്ങി വരണം. ഞാൻ മിക്കവാറും ഓർക്കുന്നു, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് ചുവനെ ആരാധിക്കാത്തത്? ദൈവത്തെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്.
മറ്റെല്ലാത്തിനും സ്നേഹിക്കുന്നു, അതിന് സമയം ചെലവഴിക്കുന്നു. മറ്റെല്ലാ ആവശ്യത്തിനും നമ്മൾ പോകുന്നു, അതിനെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നാം അവൻ്റെ കൂടെ ഇരിക്കാത്തത്. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞെന്നാന്നറിയാവോ? ഞാൻ നിന്നെ വിട്ടു പിരിയത്തില്ല. പത്രോസും അത് തന്നെയാണ് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടു പിരിയത്തില്ല, കൊന്നാ പോലും വിട്ടു പിരിയത്തില്ല. യോഹന്നാനെ പറ്റി പറഞ്ഞത് കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നെന്നാ. കർത്താവിൻ്റെ മാറോട്, യേശുവിൻ്റെ നെഞ്ചത്തോട് ചേർന്നിരുന്ന വ്യക്തിയായി യോഹന്നാൻ. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. നേരാ, പക്ഷേ ഒരു പ്രതിസന്ധി വന്നപ്പോൾ പത്രോസ് ഓടി ഒളിച്ചു. പക്ഷെ യോഹന്നാൻ കാൽവരി ക്രൂശിൽ അവനെ ക്രൂശീകരിക്കുമ്പോഴും ആ ക്രൂശിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കുകയാ. കാരണം വിട്ടു പിരിയാൻ കഴിയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, വിട്ടു പിരിയാത്ത ഒരു സ്നേഹം കർത്താവുമായി ഈ ദിവസങ്ങളിൽ ഒന്ന് അടുത്തു വരാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, സഹോദരങ്ങളെ, മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് എപ്പോഴും കലർപ്പുണ്ടാകാം, എപ്പോഴും പിണക്കമുണ്ടാകാം, വൈരാഗ്യമുണ്ടാകാം, അടിയുണ്ടാകാം, ഭിന്നതയുണ്ടാകാം. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ഭാര്യയെ സ്നേഹിക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയിരി, എൻ്റെ മുഖത്തോട്ട് നോക്ക്. ഭാര്യയെ സ്നേഹിക്കേണ്ടത് ഡയറക്റ്റായിട്ട് സ്നേഹിക്കരുത്. ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് ഇങ്ങനല്ല സ്നേഹിക്കേണ്ടത്. ഭാര്യയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെ, ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിന്റെ ഭാര്യയെ നിനക്ക് സ്നേഹിക്കാൻ ദൈവം കൃപ തരും. ചിലർക്കൊക്കെ ഭാര്യമാരെ ഇഷ്ടമല്ല, ചിലർക്കൊക്കെ ഭർത്താക്കന്മാരെ ഇഷ്ടമല്ല. ഇതിൻ്റെ കാരണം ഇതാ, നീ ദൈവത്തെ സ്നേഹിച്ചാൽ മതി, നിന്റെ ഭാര്യയെ നിനക്ക് സ്നേഹിക്കാൻ കൃപ തരും. ഒരാമേനാരും പറയുന്നില്ല. ചിലർക്കൊന്നും മക്കളെ ഇഷ്ടമില്ല. എന്നാ കാര്യം? രാജുവിന് സ്വോത്രം പോയി. ദൈവത്തെ സ്നേഹിച്ചാൽ മതി, മക്കളെ സ്നേഹിക്കാൻ സ്വോത്രം പോയി. ചിലരുടെയൊക്കെ സ്വോത്രം പോയി, ചിലരൊന്നും മിണ്ടുന്നില്ല. ദൈവത്തെ നീ സ്നേഹിച്ചാൽ ഭൂമിയിൽ കാണുന്ന നിന്റെ സഹോദര വർഗത്തെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. വാസ്തവമായി നമ്മൾ ഈ സ്നേഹിക്കുന്നൊക്കെ ചുമ്മാ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോസ് ഫേസ്ബുക്കിൽ മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ അറിയാം, പ്രായമായ മാതാപിതാക്കളെ വഴിയിൽ കൊണ്ട് തള്ളുന്ന ഒരു പറ്റം ജനം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. ഒരു പാപം പിടിച്ച അമ്മയെ ഒരു ചെടിക്കകത്ത്, ഒരു ചെടി കാട്ടിനകത്തിട്ട് ആദ്യം മകളാന്ന് തോന്നുന്നു ചവിട്ടി കൂട്ടുക, അതിനുശേഷം ഭർത്താവ്. കണ്ടോ നിങ്ങൾ? സ്വന്തം അമ്മയെ അടിച്ച് തല്ലിക്കൂട്ടുന്ന വർഗം. നിങ്ങൾ വിചാരിക്കും ഞങ്ങളാരും അമ്മയപ്പനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ മിക്കവാറും ചവിട്ടിയത്. ഉള്ളതിനായിട്ട് ഇപ്പോൾ തട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആമേൻ പറഞ്ഞില്ലായിരുന്നു, ആരും ആമേൻ പറഞ്ഞില്ല. ഉള്ളപ്പോഴേ അതിൻ്റെ വില അറിയത്തുള്ളൂ കേട്ടോ. ഇല്ലാതെ വരുമ്പോഴേ അതിൻ്റെ വില. മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം. പലയിടത്തും ഇന്ന് അപ്പച്ചനെ അമ്മനെമാരെ എല്ലാവരും കൊണ്ട് ഓഫനേജ് ഇട്ടേക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പന്തളത്തൊരു ശവടക്കിന് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു തോന്നി. നമ്മുടെ ലിജോ പാസ്റ്റർ, ഒരമ്മച്ചി മരിച്ചു. അമ്മച്ചിയുടെ മക്കളെല്ലാം USA അമ്മച്ചിയെ കൊണ്ട് ഓഫനേജ് ഇട്ടേക്കുകയായിരുന്നു. ലിജോ പാസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. കാരണം ലിജോ പാസ്റ്റർ പറയും, ഞാൻ ഓരോ ദിവസവും ഈ ഓഫനേജിലോട്ട് വരുമ്പോൾ ഈ അമ്മച്ചി ഓടി വന്നിട്ട് ചോദിക്കുന്നത്, ലിജോ പാസ്റ്റർ ആണോ വന്നത്, എൻ്റെ മോനാണോ വന്നത്? സ്വന്തം മക്കൾ അപേരിക്കല്ല. ആ പാസ്റ്റർ വരുമ്പോൾ സ്വന്തം മകനെ കാണുന്ന പോലെ ഈ അമ്മ. എന്നിട്ട് തള്ള ചത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഓഫനേജിൻ്റെ വാതിൽക്ക് ഭയങ്കര പന്തലൊക്കെ ഇട്ട് AC ഒക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് വെള്ള ഉടുപ്പിട്ടിട്ട് കരയാൻ വന്നിരിക്കുക. കുറേ എണ്ണം നിനക്ക് മടലെടുത്ത് അടിക്കണം. നിങ്ങളില്ലല്ലോ ഇവിടെ. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കണം. അത് സ്നേഹിക്കണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ദൈവത്തെ സ്നേഹിച്ച സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നീ ആരെയും. ഇനിയിപ്പോൾ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം. നിനക്ക് ദൈവസ്നേഹം ഉണ്ടോ എന്നറിയാനായിട്ട് ഒരു ഉഗ്രൻ ഉദാഹരണം പറയാം. നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ അയൽപക്കക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇല്ലെങ്കിൽ നീ കാണിക്കുന്നതെല്ലാം അഭിനയമാണ്. മിണ്ടുന്നില്ലല്ലോ ആരും മിണ്ടിയില്ലല്ലോ. മിണ്ടിയില്ല ആരും. നിങ്ങളാരും മിണ്ടുന്നില്ല. ഞാൻ ഓരോരുത്തരെ നോക്കാൻ പോവുക.
ഓരോരുത്തരും ഞാനൊന്ന് ഒന്ന് 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 ചിന്തിക്കാൻ പോവുക, വിവേചിക്കാൻ പോവുക. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടോ? ഞാൻ ഇപ്പോൾ ജിജിയുടെ മുഖത്തോട്ട് നോക്കുക, ദൈവസ്നേഹം ജിജിക്കുണ്ടോ? ഇല്ലില്ല. അണ്ണനുണ്ടോ? ഇല്ലില്ല. രാജു അണ്ണനോ? ഒട്ടുമില്ല. നിഷി ചേച്ചിക്കോ? ലേശം പോലും. അപ്പയ്ക്കോ? എനിക്കോ? ഇല്ല. സുഷമ്മയ്ക്കോ? ഒന്നും. ഇവരുടെ കാര്യം പിന്നെ എനിക്കറിയത്തില്ല. സിയാടെ മുഖത്തോട്ട് നോക്കട്ടെ. ചകല ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കടാ. അത് നോക്കത്തില്ല. ദൈവസ്നേഹം ഒരു വ്യക്തിക്കുണ്ടോ എന്നറിയാൻ അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാണുമ്പോഴറിയാം ദൈവസ്നേഹമുണ്ടെന്ന്. പാസ്റ്ററെ സ്നേഹമുണ്ടോ? ഉണ്ട്. നിങ്ങളുണ്ടോ ഇവിടെ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കും, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കും, നിങ്ങളുടെ അയൽപക്കംകാരെ സ്നേഹിക്കും, നിങ്ങൾക്കുള്ളവരെ നിങ്ങൾ സ്നേഹിക്കും, ദൈവജനത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ ജനിച്ചത് വളർന്നുമെല്ലാം ബെന്തക്കോസിലാണെങ്കിലും യോഗത്തിനൊന്നും പോകത്തില്ലായിരുന്നു. അറിയാം, എൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ അമ്മളിക്കൊക്കെ ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ബന്ധനം കഴിഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ബീച്ചാൻ്റെ വീട്ടിൽ പോകാനൊക്കെ തോന്നി. ഇല്ലടി, തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു സഹോദരൻ താമസിച്ചു. ബീച്ചാൻ ഞങ്ങൾ വിളിക്കും. ഞാൻ കുറച്ച് കാലമായിട്ട് പുള്ളിയായിട്ട് പിണക്കമായിരുന്നു. പക്ഷേ അഭിഷേകം പ്രാപിച്ച് നേരം വെളുത്തപ്പോൾ ബീച്ചാൻ്റെ വീട്ടിൽ പോകാഞ്ഞിട്ട് എനിക്കാകെ വെപ്രാണ്. കുറച്ച് നാളായിട്ട് ബിജുവായിട്ട് പിണക്കോ. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. രക്ഷിക്കപ്പെട്ട അഭിഷേകം വന്നപ്പോഴത്തേക്ക് ഇപ്പം തന്നെ ബിജാൻ്റെ വീട്ടിൽ എനിക്ക് പോകണം. ഞാൻ രാവിലെ ചെന്ന് ബിജാൻ്റെ വീട്ടിൽ കഥകാൻ മുട്ടി. ബിജാൻ ഇറങ്ങി ഫിന്നിയോ ഞെട്ടിപ്പോയി. ദൈവസ്നേഹം ഇതാ. ദൈവത്തിൻ്റെ സ്നേഹം വന്നാൽ ശത്രുക്കളെ കർത്താവ് എന്നാ പറഞ്ഞേ? ശത്രുക്കളെ നമ്മൾ കേസും കൊടുക്കും. വേണമെങ്കിൽ മാസ് പെറ്റീഷനും കൂടെ കൊടുത്ത് ഹൈക്കോർട്ടിലും വേണമെങ്കിൽ വക്കീൽ നമ്മുടെ കൂടെയുണ്ട്. ഹൈക്കോർട്ടിലും പോയി വേണം നമ്മൾ എന്ത് ചെയ്യും? കേസും ചാർജ് ചെയ്ത് അവനെ പൂട്ടാവുന്നതിൻ്റെ സകല പൂട്ടുമുട്ടി 8ന്റെ പണിയും. പിന്നെ പാട്ടോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വന്നത് അബദ്ധമായിപ്പോയെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കും. നല്ലൊരു ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കാൻ തൊട്ടിട്ട് പറ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പം പിടികിട്ടിയെന്ന് പറ. തൊട്ട് പറയാൻ രണ്ടുപേരെ തൊട്ടിട്ട് പറ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ പിടികിട്ടി. വ്യക്തിപരമായി നമുക്കറിയാൻ കഴിയും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ നോക്കിക്കേ, നമ്മുടെയൊക്കെ ദേശത്ത് ഒത്തിരി പെന്തക്കോസുകാരുണ്ട്. ഒരൊറ്റ പെന്തക്കോസുകാരൻ നമ്മളെ കണ്ടാൽ മിണ്ടു. എത്ര ഇവിടെ ഏജിയുടെ സഭയുണ്ട്, അപ്പുറത്ത് ചർച്ചക്കോടുണ്ട്. പാസ്റ്റർമാർ പോലും എന്നെ കണ്ടാൽ മിണ്ടത്തില്ല. ഞാൻ മിണ്ടാൻ ചെന്നാൽ പോലും എനിക്കറിയത്തില്ല എന്നാന്ന്. ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ സമയം പറഞ്ഞോളൂ, നിങ്ങൾ ആരെ കണ്ടാലും സ്തോത്രം പറയണം, നിങ്ങൾ അവരോട് കയറി മിണ്ടണം. എനിക്ക് മിണ്ടാൻ താല്പര്യം. ഞാൻ മിണ്ടാൻ ചെന്നാലും എന്നോട് ചിലരൊന്നും മിണ്ടാറില്ല. എനിക്കറിയത്തില്ല. പെന്തക്കോസുകാരെന്നാ പേര്. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ ദൂത് പറയാം, നാം ഈ ദിവസങ്ങളിൽ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിച്ചാൽ നിന്റെ സമസ്ത വിഷയത്തിനും വിടുതലുണ്ടാകും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ദാവീദ് പറയുക, ദൈവമേ, എൻ്റെ ബലമായ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നവർ എന്ത് ചെയ്തോണം? മറ്റുള്ളവരെയും ആദ്യം അയൽവക്കക്കാരെ സ്നേഹിച്ചിട്ട് വാ നീ ദൈവത്തെ സ്നേഹിക്കും. അല്ലെങ്കിൽ നീ പറയുന്ന കള്ളവാ. നീ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ നിനക്കെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ടാണ് ഒരിക്കൽ യെരിഹോ പട്ടണത്തിൽ കൂടെ യേശു തമ്പുരാൻ നടന്നു വരുമ്പോൾ ഒരു കച്ചവടക്കാരൻ വഴി അടിപ്പെട്ട് കിടക്കുക. അതിലൊരു ചുങ്കക്കാരൻ പോയി, ഒരു ലേവ്യൻ പോയി. രണ്ടുപേരും അവൻ അടിപ്പെട്ട് കിടക്കുന്ന കണ്ടിട്ട് അവർ അങ്കി പൊക്കിയിട്ട് മാറി അങ്ങ് പോയി. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ജീസസിനത്. എന്നാൽ യേശു തമ്പുരാൻ വന്നപ്പോൾ അടിപ്പെട്ട് കിടക്കുന്നവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ കാലിലെയും കയ്യിലെയും മുറിവുകൾ പാടുകൾ തൂത്തുകളഞ്ഞ് അവൻ്റെ കയ്യിൽ അവന് വീഞ്ഞു കൊടുത്തിട്ട് എണ്ണ പുരട്ടി അവൻ്റെ മുറിവുകൾ തലോടിയിട്ട് അവൻ തൻ്റെ വാഹനത്തിൽ കയറ്റി അവനെ ഒരു സത്രത്തിൽ കൊണ്ടിറക്കി. ഇതാണ് സ്നേഹം.
നിങ്ങളാരും മിണ്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പോകുന്ന വഴിത്തരയിൽ, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് നടന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എത്ര പേര് വണ്ടി നടത്തും? ഞാൻ ഇന്നാളും പറഞ്ഞു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ചെല്ലണം, അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഗുഡ് സമരിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ RTO ഓഫീസിൽ നിന്ന് പുതിയ ഒരു ഇത് പറഞ്ഞ ശമരിയക്കാരൻ്റെ മോഡലിലായിരിക്കണം ഓരോരുത്തരും ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടത്. യേശുവിനെ പോലെ ആകണം. ആശുപത്രി വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പോയി ചെന്നാൽ കാണാം, എല്ലാ ഹോസ്പിറ്റലിൻ്റെ വാതിക്കലും ഉണ്ട്. അതിൻ്റെ പ്രത്യേക സമരിയൻ മോഡൽ അങ്ങനെ കാണാം, പേര് ഞാൻ മറന്നുപോയി. പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മാതൃകയിലാവണം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരാൾ കിടക്കുമ്പോൾ അവനെ കണ്ടിട്ട് മാറിപ്പോകരുത്. നല്ല ഇടയനെ പോലെ അവനെ എടുത്ത് സ്നേഹിക്കണം. ഞാൻ പറയുന്നു, സ്നേഹമുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. കൊരിന്ത്യർ ലേഖനത്തിൽ സ്നേഹത്തെപ്പറ്റി വിശദമായി പറയുന്ന ഒരു അധ്യായമുണ്ട്. എന്നെടുത്ത് വായിച്ചേ. എത്ര അധ്യായവാ? അതും അറിയത്തില്ലേ? 1 കൊരിന്ത്യർ കാണാതെ പഠിച്ച പുള്ളികൾ ഇടിരിപ്പുണ്ട്. ഇപ്പം ഞാനത് ചൊല്ലിക്കുവേ. എത്ര അടിജി? ഞാൻ മനുഷ്യരുടെയും 13-ാം അധ്യായം ഒന്നും അറിയത്തില്ല, എത്ര പഠിച്ചതാ? വായിക്കേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. വാക്ക് ശ്രദ്ധിച്ചോണം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും. ഇവിടെ നമ്മൾ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുന്നു, പാട്ട് പാടുന്നു. അടുത്തത് അന്യഭാഷ പറയുന്നു. ഇങ്ങോട്ട് നോക്ക്, അന്യഭാഷയും പറയുന്നുണ്ട്. അന്യഭാഷ പറയുന്നവരോടാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അന്യഭാഷ നീ പറയുന്ന നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പ. മുഴങ്ങുന്ന ചെമ്പെന്ന് പറഞ്ഞാൽ എത്ര? ആരെങ്കിലും വന്ന് ടപ്പോന്നടിക്കുക, അതിങ്ങനെ അത്രേ പറ്റത്തുള്ളൂ. നിങ്ങളാരും മിണ്ടുന്നില്ല. അന്യഭാഷ പറയുന്നവർക്ക് രാമയും പറഞ്ഞാട്ടെ, മിണ്ടിപ്പോകരുത്. ആരും മിണ്ടുന്നില്ല. അന്യഭാഷ പറയുന്ന നിനക്ക് സ്നേഹമില്ലെങ്കിൽ, ആ വാക്ക് അങ്ങനെ വായിക്കാം, ഞാൻ മനുഷ്യന്മാരുടെ ഭാഷയിലും അന്യഭാഷയിലും സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന. അന്യഭാഷ പറയുന്നവരോടാ ഈ പറയുന്നത്. ഇന്നോട്ട് നീ അന്യഭാഷ പറയുന്നതിന് മുമ്പ് സ്നേഹിച്ചിട്ട് പറഞ്ഞാൽ മതി. മിണ്ടുന്നില്ല. നമ്മൾ അയൽവക്കക്കാരോട് മിണ്ടത്തില്ല. അന്യഭാഷയോ എൻ്റെ അമ്മോ തമ്പേറടിച്ച് വേണേ പാടും. എന്തിനാ? നമ്മൾ തമ്പേറടിക്കുമ്പോൾ അവൻ്റെ വീട്ടിനകത്ത് അവനിട്ടൊരു പണി കൊടുക്കുക. നമ്മളതിനാ തമ്പേറടിച്ച് അന്യഭാഷ പാടുന്നത്. മിണ്ടുന്നില്ല. തൊട്ടടുത്ത വീട്ടുകാരൻ നിന്നോട് പിണക്കവാ, അവനിട്ടൊരു പണി കൊടുക്കുക. അവൻ വീട്ടിൽ രാത്രി കിടക്കാൻ തുടങ്ങും, നീ അന്യഭാഷ പാടി കൂടാ ബാല ശബ്ദ ബാല ട്രം അടിച്ച് മുഴങ്ങുന്ന ചെമ്പോ. അന്യഭാഷ ആരും പറയത്തില്ലെന്നൊന്നും മിണ്ടാതിരിക്കുക. ചില സമയത്ത് ചില വീട്ടിലൊക്കെ ചെന്നാൽ എന്നെ അന്യഭാഷയെന്ന് പറയുമോ, അയൽവക്കക്കാർക്ക് അങ്ങ് ദേഷ്യം വരും. അവനോട് മിണ്ടത്ത് പോലുമില്ല. നീ വീട്ടിൽ വന്നിരുന്നിട്ട് അന്യഭാഷ പറയുന്നവരെല്ലാവരും സ്വോത്രം പറഞ്ഞാട്ടെ. എന്നാരും സ്വോത്രം പറയുന്നില്ല. അപ്പോഴൊക്കെയാണ് ഉറങ്ങിപ്പോയി, ആത്മവിവശതയിലായി പോയതാ എനിക്ക് തോന്നുന്നു. നോക്കിക്കടുത്തത്, എനിക്ക് പ്രവചനവരമുണ്ടാഞ്ഞിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും. അടുത്തത്, സ്നേഹമില്ല എങ്കിൽ എനിക്ക് എന്നാക്കെയുണ്ട്? പ്രവചനവരം. എന്നാ പ്രവചനമാ? സകല മർമ്മങ്ങളും. പിന്നെ വചനത്തിൽ ഭയങ്കര തിട്ടവാ. ഇരുന്നുറങ്ങുന്ന കണ്ടാൽ മതി. ഇങ്ങോട്ട് നോക്കാം. വചനം അറിയാവോ? ഭയങ്കരമായിട്ട് അറിയാം. അടുത്തത്, ജ്ഞാനമുണ്ട്, ഗ്രഹിക്കാൻ മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസം ഒക്കെ ഉണ്ട്. പക്ഷെ സ്നേഹമില്ലെങ്കിൽ നീ ഏതുമില്ല. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ, സ്നേഹമില്ലെങ്കിൽ ഈ കാണിക്കുന്നതെല്ലാം ആക്ടിങ്ങാ. പറഞ്ഞേ, രണ്ടുപേരെ തൊട്ടിട്ട് പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ നീ കാണിക്കുന്നതെല്ലാം അഭിനയവാ. സ്നേഹമില്ലെങ്കിൽ നീ കാണിക്കുന്നതെല്ലാം. അപ്പം ഏറ്റവും വലിയതെന്താ? ദൈവം സ്നേഹമാകുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ മരിച്ച കർത്താവ് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് എങ്ങനെയാ? കാൽവരി ക്രൂശിലാ പ്രദർശിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നാം ഈ സ്നേഹത്തിന്റെ വക്താക്കളായി മാറണം. അടുത്ത 3-ാമത്തെ വാക്യം, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. നമ്മൾ ഈ അന്നദാനം കൊടുക്കാൻ ഭയങ്കര ഉള്ളികളാണ് കേട്ടോ. അന്നദാനം
നമ്മളാരാ വേണേ പാസകം കൊണ്ട് കൊടുക്കും. കൊടുത്തവർക്കും സ്വത്രം, കൊടുത്തവർക്കിട്ടും മണി തരുക. പാസകം കൊണ്ടുപോയി തരും. എന്നാ കൊടുക്കും? വാച്ച് തരും, ചിപ്സ് കൊണ്ടുവരും, ബാഗൊക്കെ. അന്നദാനം കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ പാസകം കൊണ്ടുവരും. എന്നാ കൊണ്ടുവരും? മീൻ കൊണ്ട്. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. എന്ത് നീ കൊടുത്താലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഈ പറയാം, അതിനൊന്നും പ്രതിഫലം കിട്ടത്തില്ലെന്ന് അർത്ഥം. ദൈവത്തിന് ദശാംശവും വഴിപാടും കൊടുത്തു, സ്തോത്രകാഴ്ചയും കൊടുത്തു, നീ ഉപവസിക്കുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു, പരസ്യയോഗം നടത്തി, കൺവെൻഷന് കാശും കൊടുത്തു. പക്ഷെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ സ്നേഹം. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? പിന്നെ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കയ്യടിയുണ്ട്, അന്യഭാഷയുണ്ട്. മുഴങ്ങുന്ന ചെമ്പോ, ചിലമ്പുന്ന അടുത്ത അയലോക്കംകാരനോട് മിണ്ടാത്തവൻ. ഇവിടെ പറഞ്ഞ അന്യഭാഷയുടെ പേരാ മുഴങ്ങുന്ന ചെമ്പ്. സഹോദരന് മിണ്ടാത്ത നീ പറഞ്ഞ അന്യഭാഷയുടെ പേരാ ചിലമ്പുന്ന കൈത്താളം. ഭാര്യയെ സ്നേഹിക്കാത്ത നീ പറഞ്ഞ പ്രവചനമാ ആമേൻ ചിലമ്പുന്ന കൈത്താളം. പിടികിട്ടിയവർക്കായി സ്തോത്രം. ഇനിയൊരു പാട്ട് പാടാൻ പോകുന്നുണ്ട്, അന്നേരം ഒറ്റ എണ്ണ അന്യഭാഷ പറഞ്ഞു പോകരുത്. ആരും മിണ്ടുന്നില്ലല്ലോ. സ്നേഹമാ വലിയത്. അടുത്ത വാക്യം ഒന്ന് വായിച്ച്, 4-ാമത്തെ വാക്യം. സ്നേഹം. സങ്കീർത്തനം പ്രസംഗിക്കാൻ വന്ന ഇപ്പൊ ഇതിലെ കയറിപ്പോയി, സ്നേഹത്തിൽ കയറിപ്പോയി. സ്നേഹം ദീർഘമായി എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ. കേട്ടോ, നോക്കി. ജീവിതത്തിൽ ഇതുവരെ നീ ക്ഷമിക്കാത്ത എന്തെങ്കിലും വിഷയം നിന്നിലുണ്ടോ? ഉണ്ടോ? നീ എന്ന് പറഞ്ഞ അന്യഭാഷ ചിലമ്പുന്ന കൈത്താളവാ കേട്ടോ. റിവൈൻഡ് ചെയ്തേ മനസ്സ്. അത് ഞാൻ മറക്കത്തില്ല. ഭാഷ ചത്താലും അത് ഞാൻ മറക്കത്തില്ല. അവൻ എന്നോട് ചെയ്തത്, നിങ്ങളാരും മിണ്ടാത്തന്നെ, അവൻ എന്നോട് ചെയ്ത് ഞാൻ ഒരിക്കലും. കർത്താവ് പറഞ്ഞാന്നറിയോ? നീ യാഗം കഴിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് പിണക്കം ഉണ്ടെങ്കിൽ നീ അവനോട് പോയി ക്ഷമിക്കാനാണ് പറഞ്ഞത്. നിന്റെ സഹോദരന് നിന്നോട്, നിനക്ക് അവനോടെന്നല്ല പറഞ്ഞേ, നിന്റെ സഹോദരൻ നിന്നോട് പിണങ്ങിയിരിക്കുകയാണ്, നീ യാഗം കഴിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അന്യഭാഷ പറയാൻ പോകും, വരുന്നതിന് മുമ്പ് അവനോട് പോയി ക്ഷമിച്ചിട്ട് വന്നിട്ട് നീ വന്ന്. നിങ്ങളാരും എന്നാ മിണ്ടാതെ? എല്ലാവരും പോയെന്ന് തോന്നുന്നു. സ്നേഹം ദീർഘമായി പറ. ഇന്നിവിടെ ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ ഒന്ന് ലിസ്റ്റ് എടുത്ത് എത്ര പേരോട് പിണങ്ങിയിരിപ്പുണ്ട്. സന്ദീപ് ലിസ്റ്റ് എടുക്കുന്നുണ്ട്, പെട്ടെന്ന് എടുത്തോ. റെനി ലിസ്റ്റ് പെട്ടെന്ന് എടുക്കുന്ന അയലോക്കംകാരുടെ മാത്രം ലിസ്റ്റ് ആദ്യം എടുത്തു, പിന്നീട് ബന്ധുക്കാരെ എടുക്കാം. അയലോക്കംകാർ കൊല്ലകെ ചുറ്റോട് ചുറ്റും എത്ര വീട്, എത്ര പേര്, ബന്ധുക്കൾ, എത്ര പെങ്ങന്മാർ, എത്ര അളിയന്മാർ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. സ്വന്തക്കാർ എത്ര പേരുണ്ട്? എത്ര പേരോട് പിണങ്ങിയിരിക്കുന്നുണ്ട്? പെങ്ങന്മാരോട് പിണങ്ങി, ഞാനും ഉൾപ്പെടെ. നിങ്ങളാരും മിണ്ടുന്നില്ല. സ്നേഹം ദീർഘമായി. അതല്ലേ ഒരു കണ്ണത്തടിച്ചപ്പോ മറ്റേ കണ്ണവും. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുമ്പോഴും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇങ്ങനെ സ്നേഹിച്ചൊരു മാതൃക കാണിച്ചവനാ നമ്മുടെ കർത്താവ്. അവനെ അനുഗമിക്കുന്നവനോട് പറയുന്നത്, നീ അവനെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും. ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും നിങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ പോലും ഇന്ന് വരെ ചിന്തിക്കാത്ത ഒരു വിടുതൽ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് കിട്ടുന്നത്? നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ. നീ എപ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ആദ്യം സ്നേഹിക്കേണ്ടത് നീ കാണുന്ന സഹോദരനെയാ. ഞാൻ പറഞ്ഞ വല്ല പിടികിട്ടിയോ?
ഒന്നും കൂടെ പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിലും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ വിടുതലിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇതുവരെ എൻ്റെ കണ്ണോ എൻ്റെ ചെവിയോ എൻ്റെ ഹൃദയത്തിലോ തോന്നാത്ത ഒരു വലിയ ഗിഫ്റ്റ് ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. ഇതെപ്പം നിനക്ക് കിട്ടും? നീ ദൈവത്തെ സ്നേഹിക്കുമോ? നീ ദൈവത്തെ സ്നേഹിക്കുമെന്ന് എങ്ങനെ നിനക്ക് പിടികിട്ടുന്നേ? നിന്റെ കാണുന്ന സഹോദരനെ നീ സ്നേഹിക്കുമ്പോൾ നീ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു. നിങ്ങളാരും ഇവിടെയില്ല. എന്നിട്ട് ഇവിടെ വന്ന് പറയും, ഞങ്ങൾക്ക് ആ സഭയിൽ പോയിട്ട് വിടുതലില്ല, ഈ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല, ഞങ്ങൾ ഒത്തിരി ഉപസിച്ച് ഞങ്ങൾക്കൊരു വിടുതൽ. നീ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക, അപ്പോൾ വിടുതൽ നിൻ്റെ മേൽ വരും. ചേർന്ന് രാമൻ പറ. എന്നാലും കൈ അടിക്കുന്നില്ല, സ്തോത്രം പറയുന്നില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. എന്തൊക്കെയോ? സ്നേഹം നിഗളിക്കുന്നില്ല. നിഗളം സ്നേഹത്തിനകത്ത് വന്നാൽ നിഗളിക്കത്തില്ല. നമുക്കൊക്കെ ഇടയ്ക്ക് നെഗളം ഉണ്ടാകാറുണ്ട്. നെഗളം സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് നെഗളം. അതെന്താ? നീ ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ നിനക്കൊരു നെഗളം വരും. നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ കൂട്ടുകാരനും കൂടെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, അപ്പോൾ നിനക്ക് നെഗളം വരികയില്ല. നെഗളിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? നിന്നെ നീ മറ്റവനേക്കാൾ വലിയവനാണെന്നൊരു തോന്നൽ നിനക്ക് വരുമ്പോഴാണ് നെഗളം വരുന്നത്. ഈ നെഗളം വരാനുള്ള കാരണം എന്താ? ഞാൻ അവനേക്കാൾ വലിയവനാന്നുള്ള തോന്നൽ നിനക്ക് വരുമ്പോഴാണ് നെഗളം വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ നെഗളം വരുന്നത്? നമ്മളെക്കാട്ട് പോകാൻ വലുതാണ് നെഗളം വരുമോ? നമ്മൾ മിണ്ടാതങ്ങ് പോകത്തേ ഉള്ളൂ. നമ്മൾ അവനെക്കാട്ട് വലുതാന്ന് പറഞ്ഞാൽ ഇച്ചിരി നെഗളവും അഹങ്കാരവും ഒക്കെ. സന്ദീപിനെ ഇടയ്ക്ക് ഇച്ചിരി നെഗളം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ജോലിയൊക്കെ കിട്ടി, നിങ്ങൾ ഉണ്ടെന്നില്ല, എന്നാൽ വേണ്ട, നേരത്തെ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഇത് പറഞ്ഞ് നിങ്ങൾ ഇനി പിണങ്ങുമൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളോട് വരണ്ടായിരുന്നു പോലും ചിലപ്പോൾ ഓണം ആയിക്കൊണ്ട് ഭാഷ ഞങ്ങളെ അങ്ങ് വിട്ടേക്കാം, പോകാം. അടുത്ത 7 എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉയർന്നു പോകുന്നില്ല. പ്രവചനപരമോ ഒഴുകിപ്പോകും, നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നു പോകും. ജ്ഞാനമോ അത് നിന്നു പോകും. സ്നേഹം എന്നും നിലനിൽക്കും. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവർ ഒറ്റ വാക്യം മതി. സങ്കീർത്തനം 150 കാര്യം പറയാനുണ്ടെങ്കിലും സമയമില്ല, സമയം ദേ പോയി. ഇത്ര മതിയെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ കരക്കാരെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും. നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ എന്ന് അറിയാൻ നിന്നെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. എത്ര പേരോട് പിണങ്ങിയിരിപ്പുണ്ട്? ഞാൻ 100% പറയാം. ചുമ്മാ വെറുതെ നീന്ന് വെറുതെ ചലമ്പായിരുന്നു വീട്ടിലിരുന്ന്. ഈ ഓർഗനുണ്ട് പിന്നെ ചലമ്പായിരുന്നു. ആരൊക്കെ ചലമ്പിച്ചു? അമ്പിളി ചലമ്പിച്ചു, രാജുണ്ണൻ ചലമ്പിച്ചു, അണ്ണൻ ചലമ്പിച്ചു, നിഷ ചേച്ചി ചലമ്പിച്ചു, ഉഷമ്മ ചലമ്പിച്ചു. ചിലമ്പുന്ന രാമൻ പറ. സ്നേഹമില്ലെങ്കിൽ ഒന്നുകൂടെ പറ, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. നല്ലൊരു ഹല്ലേലൂയ പറ. ആ സങ്കീർത്തനത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു വാക്യം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ 17-ഉം 18-ഉം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായി. അടുത്തത്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട്. ഈ 3 വാക്യം വായിക്കുമ്പോൾ അവിടുത്തെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നിൽ അവൻ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ വിടുവിച്ചു. ഒരു വിടുതലിന് വേണ്ടിയാ നിങ്ങൾ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ പ്രസാദിച്ചാൽ മാത്രമേ വിടുതലുണ്ടാകത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കാൻ എന്ത് ചെയ്യണം? 1-ാം വാക്യത്തിൽ, ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം പ്രസാദിക്കും. നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഒരു അപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. മൂത്തപ്പന് വിളവിന് 2 മക്കൾ. അപ്പൻ വിദേശത്ത്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഉദാഹരണം, അപ്പൻ വിദേശത്ത് നിന്ന് നാട്ടിലോട്ട് വരിക. നാട്ടിൽ വന്നപ്പോൾ പെട്ടിയെല്ലാം കൂടെ വീട്ടിലോട്ട് വെച്ചു. 2 മക്കളുണ്ട്. മൂത്തവൻ ഓടി വന്ന് പെട്ടിയെല്ലാം കൂടെ പൊട്ടിക്കുക. പാക്കറ്റെല്ലാം പൊട്ടിച്ച് അവൻ ചോക്ലേറ്റ് എടുക്കുന്നു, ഡ്രസ്സ് എടുക്കുന്നു, അവൻ്റെ കളിപ്പാട്ടങ്ങൾ എടുക്കുന്നു. ഇളയ മോൻ വന്ന് അപ്പൻ്റെ കൂടെ ഇരിക്കുക. അപ്പൻ്റെ കൂടെ എന്നിട്ട് അപ്പനോട് പറഞ്ഞ്, അപ്പം മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അപ്പൻ്റെ ദേഹത്ത് ചൊറിക്കുന്നു, അപ്പനെ വെള്ളം എടുത്ത് കൊടുക്കുന്നു. മൂത്ത മോൻ പെട്ടി
പൊട്ടിക്കുന്നു. മൂത്തവൻ വെട്ടിക്കാത്തുനിന്ന് ഏതാണ്ടൊരു സാധനം പെട്ടെന്ന് വലിച്ചെടുത്തപ്പോൾ അപ്പം പറഞ്ഞു, ഡാ അത് നിനക്കുള്ളതല്ല, അത് ഇവനുള്ളതാണ്. ഇവനും പിടി കിട്ടിയോ? അപ്പനെ സ്നേഹിക്കുന്നവൻ അപ്പൻ്റെ കൂടെ ഇരിക്കും. മറ്റവൻ അപ്പനെ അല്ല സ്നേഹിച്ച് അപ്പം കൊണ്ടുവന്നതിനെ അവൻ പെട്ടിക്കകത്തുനിന്ന് വലിച്ചു വരുമ്പോൾ ഇവൻ്റെ സാധനം അപ്പം കൊണ്ടുവന്നത് അവൻ വലിച്ചപ്പോൾ അപ്പൻ എന്നാ പറഞ്ഞേ, ഡാ അത് നിനക്കുള്ളതല്ല. അർത്ഥം, നിനക്കുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്, അതാരും തട്ടിപ്പറിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നാൽ മതി. ദൈവത്തെ നീ സ്നേഹിച്ചാൽ, ഞാൻ ആ വാക്യത്തിനകത്തൊന്ന് വിളിച്ചു പറയാം, ഇന്ന് പകൽ കർത്താവ് നിന്നെ പ്രസാദിക്കും. ദൈവം നിന്നെ പ്രസാദിച്ചാൽ ദൈവം നിനക്ക് വഴി തുറക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇവിടെ നോക്കിക്കേ, 3 വാക്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ. നമ്മുടെ ഒന്നാമത്തെ കുറിവാക്യം അതാ, ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു കൈ വരും. നിങ്ങൾ കേട്ടില്ല? ഭൂമിയിലെ സകല കരങ്ങളും നിനക്കെതിരാണെങ്കിലും നീ ദൈവത്തെ സ്നേഹിച്ചാൽ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ കൈ പിടിച്ച് നിന്നെ ഉയർത്തും. വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ്. മുഴുവൻ ശത്രുക്കളായിരിക്കും, നീ അവരെ സ്നേഹിച്ചു. അവർ നിന്നെ കൊല്ലുകയോ തിന്നുകയോ എന്നാ വേണമെങ്കിലും ചെയ്യട്ടെ, നീ അതെല്ലാം വിട്ടിട്ട് സഹോദര ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഇങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്താൽ, ഞാൻ വിളിച്ചു പറയാം, സകല മനുഷ്യരും കാണുക സ്വർഗത്തിൽ നിന്നൊരു കരം നിനക്ക് വേണ്ടി വരും. അവൻ ചേറ്റിൽ നിന്ന് നിന്നെ വലിച്ചുയർത്തി അവൻ പാറകളുടെ മേൽ നിന്നെ നിർത്തുന്നവനാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറ. ഈ സൺഡേയിൽ ദൈവാത്മാവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കാൻ നീ തുടങ്ങിയാൽ ദൈവം നിന്നെ കൈപിടിച്ച് അവൻ ഉയർത്തുന്ന ദൈവമാ. ഏതെങ്കിലും ഒരു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഈ യേശുവിനെ കാണുന്നതിന് മുമ്പ് ഏതെല്ലാം പ്രതിസന്ധി കൂടെ തരണം ചെയ്തവരാ. ഇന്ന് സമ്പത്തൊന്നും വർദ്ധിച്ചില്ല, പക്ഷെ ഒന്ന് നോക്കിക്കേ, പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിയില്ലേ. ചില ആൾക്കാർ യേശുവിനെ സ്നേഹിക്കുന്നത് സമ്പത്ത്, അയ്യോ അതൊന്നും പ്രതീക്ഷിക്കരുതേ, അതൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല വലുത്. അന്ന് നിന്റെ ജീവിതം ഡിസോർഡർ ആയിരുന്നു, ഒരു നിലയിലും സ്വസ്ഥതയില്ലായിരുന്നു, എന്തൊക്കെ കിട്ടിയാലും തികയത്തില്ല, എത്ര രൂപയുടെ വസ്ത്രം മേടിച്ചിട്ടാലും ഓക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് പണ്ടൊക്കെ 2000 രൂപയുടെ ഡ്രസ്സ് മേടിച്ചിട്ടാലും ഓക്കെ. ഇപ്പൊ ഫുട്പാത്തിൽ 100 രൂപയുടെ ഉടുപ്പ് മേടിച്ചിട്ടാലും ഓക്കെ. കാരണം എന്നാ, നമ്മുടെ ദൈവം അവൻ തൃപ്തി വരുത്തുന്ന ദൈവമാണ്. പിടികിട്ടുന്ന രാമൻ പറഞ്ഞാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ ഈ റേഷനരിക്കുന്ന ആൻറ്റി എന്നോട് പറഞ്ഞു, പണ്ട് പിന്നെ ഈ റേഷനരിക്ക് അത് കറുത്ത കിടന്ന അങ്ങനെയല്ല, വലിച്ച് ഭിത്തിയിൽ എറിഞ്ഞു വെക്കും. പണ്ടേ കൃപയ്ക്കകത്ത് വരുന്നതിന് മുമ്പ് ചോറിനകത്തൊരു കറുത്ത അരി കിടന്ന വലിച്ച് ഭിത്തിയെ മീൻകറി തേച്ച് വെക്കും. ഞാൻ ആ റേഷനരി അന്ന് മുതൽ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഇന്നലെ രാത്രി വരെയും കഴിച്ചു. അല്ല, ഇന്നലെ സബിത കൊണ്ട് നല്ല അരിയല്ലേ. ആ സ്വതന്ത്രം റേഷനറി ഇല്ല, വേറെ ഒന്നും കൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അയ്യോ എനിക്കത് കേൾക്കുന്ന സന്തോഷമാണ്. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാൻ നേരത്ത് സാമ്പത്തികമായി ഒത്തിരി ഞെരുക്കമായിരുന്നു. നമ്മൾ ചെറിയ ജോലിക്ക് പോവുക. അന്ന് അരി മേടിക്കാൻ നിവൃത്തിയില്ല. അന്ന് എനിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ഫ്രീ ആയിട്ട് അരി കൊടുത്തത്. നിങ്ങളാരും ആമേൻ പറഞ്ഞില്ല. കാരണം എൻ്റെ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ തൃപ്തി വരുത്തുന്ന ദൈവമാ. അവൻ്റെ കൂടെ ചേർന്നപ്പോൾ എന്ത് കിട്ടിയാലും എനിക്ക് തൃപ്തിയാണ്. പണ്ട് 2000 രൂപയുടെ വസ്ത്രം ഇട്ടാലും തൃപ്തിയില്ല. ഇന്ന് 100 രൂപയുടെ ഫുട്പാത്ത് ഷർട്ട് ഇട്ടാലും ആമേൻ പറയുന്നില്ല. തൃപ്തി വരുത്തുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ സമസ്ത മേഖലകളിലും തൃപ്തി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവജനം സ്തോത്രം പറ. ഈ പകൽ അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി ശത്രുക്കളുടെ മുൻപാകെ അവൻ നിന്നെ മാനിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറ. അവനെ സ്നേഹിക്കുക. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. നമ്മളാരും വെള്ളത്തിൽ പോയി കിടന്നപ്പോൾ വലിച്ചെടുത്തെന്നല്ല, പെരുവെള്ളം ഇളകി വരുന്നത് പോലെ പ്രതിസന്ധികളിൽ ഒരു കാലത്ത് ഞാനും നീയും തകർന്നു വീണപ്പോൾ ദൈവത്തിന്റെ കരമാണ് ഇന്ന് പകൽ നമ്മെ നിർത്തിയത്. ഇപ്പോഴാ വെള്ളത്തിന്റെ ഇളക്കമൊക്കെ അങ്ങ് മാറിയില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? പെരുവെള്ളത്തിന്റെ നടുവ് വീണെന്ന് പറഞ്ഞാൽ മല പൊട്ടി വരുന്ന, ഉരുള് പൊട്ടി വരുന്ന വെള്ളത്തിനകത്ത് ഒരുവൻ അകപ്പെട്ടു.
അതിനകത്തുനിന്ന് ഒരുവൻ വിടുതൽ പ്രാപിച്ച് അവനെ പുറത്തു കൊണ്ട് നിർത്തുമ്പോൾ അവന് കിട്ടുന്ന റിലാക്സ് എന്താണോ അതാ യേശുവിൽ വരുമ്പോൾ നിനക്ക് കിട്ടുന്നത്. തിരിഞ്ഞു നോക്കിക്കേ, എന്തായിരുന്നു അന്നത്തെ കാലം? ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, തലയൊക്കെ പുകയുമായിരുന്നു. വെറുതെ ഇരുന്ന് ചിന്തിക്കുക. ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരൊറ്റ ചിന്ത പോലും. ഇപ്പൊ എൻ്റെ ചിന്ത, എനിക്ക് ചിന്തയൊന്നും ഇല്ലാത്ത എന്നാന്ന് പറയുക എൻ്റെ ചിന്ത. അത് മുഴുവൻ പിന്നെ അമ്പളി കൊടുത്തേക്കുക. അവിടെ പിന്നെ എന്ത് ചിന്തിച്ചോളൂ, രാവിലെ വൈകിട്ട് വല്ല പാസിന് ചിന്തയൊന്നും ഇല്ലാത്ത എന്താ, അത് ഓർത്തൊരു ചിന്ത. ഇന്നത്തേക്ക് ഒരു കാര്യമായി, പാസിന് ചിന്തയൊന്നുമില്ല, അതെല്ലാം ഒന്നും ഓർത്തൊരു ചിന്തയില്ല. പെരുവെള്ളത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടന്ന അനുഭവത്തിലാ ഞാനും നീയും കഴിഞ്ഞ നാളുകളിൽ കിടന്നത്. എന്നാൽ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി അവൻ എന്നെ വലിച്ചെടുത്തു. ഈ ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞോണം കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുത്തെങ്കിൽ ആ ദൈവത്തിന് നന്ദി കൊടുക്കാതിരിക്കരുത്. ഇന്ന് മുതൽ ആരോടൊക്കെ ദൈവാത്മാ ദൂത് പറയുന്നു, ഇന്ന് ഇളകി മറിയുന്ന ഈ സാഹചര്യത്തിനകത്ത് നിന്ന് വീണ്ടും നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് കഴിയും. നീ അവനെ സ്നേഹിച്ചാ മതി. ഒരിക്കൽ വലിച്ചെടുത്തു നിർത്തി. എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ അല്പം ഒന്ന് മാറിയപ്പോൾ, അല്പം കാലിടറിയപ്പോൾ വീണ്ടും പെരുവെള്ളത്തിനകത്തെന്നതുപോലെ നീ ഇന്ന് പകൽ തകർന്നു കിടക്കുകയാണോ? ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് വീണ്ടും ദൂത് പറയുന്നു, വീണ്ടും നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് കഴിയോ? എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് പകൽ അവനെ ഹൃദയത്തിലൊന്ന് സേവിക്ക്. നിന്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം തരാൻ ഈ ഇളകി മറിയുന്ന തിരമാലക്കകത്ത് നിന്ന് പത്രോസിനെ കൈപിടിച്ചുയർത്തിയ പോലെ എൻ്റെ ദൈവം നിന്നെ ഉയർത്താൻ കഴിയും. അവനെ സ്നേഹിക്കുക, അവനെ സേവിക്കുക, അവനെ സ്നേഹിക്കുക. യാത്രയുടെ 4-ാം യാമത്തിൽ കടലിന് മീതെ യേശു തമ്പുരാൻ നടന്നു വരിക. ആ കടലിലോട്ട് നോക്കിക്കേ, 12 പേര് തണ്ട് വലിച്ച് വലഞ്ഞ് ബോട്ടിലിരിക്കുമ്പോ യേശു തമ്പുരാൻ കടലിന്റെ മീതെ വരിക. 12 പേരും അഭിമുഖീകരിക്കുന്ന വിഷയം ഇപ്പൊ എന്താണെന്നറിയാവോ? ഈ തിരമാലയാ, ഈ കാറ്റാ. അവരെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മീതയാ യേശു നടന്നു വരുന്നത്. അയ്യോ, യേശു വരുന്ന കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, യേശുവേ നീ ആണെങ്കിൽ ഞാൻ ഇറങ്ങി വരട്ടെ? യേശു പറഞ്ഞു, വരാൻ പറഞ്ഞു. നോക്കിക്കേ, കഴിഞ്ഞ ചില മിനിറ്റുകൾ വരെ അവൻ അനുഭവിച്ച പ്രതിസന്ധി ഈ കാറ്റും ഈ തിരമാലയുവാ. പക്ഷെ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവൻ ആ പ്രശ്നത്തിൻ്റെ മീതെ അവൻ ഇറങ്ങി നടന്നെങ്കിൽ ഈ സൺഡേ വിശുദ്ധ ആരാധനയിൽ ദൈവാത്മാവ് പറയുന്നു, ഈ പ്രതിസന്ധികളുടെ മീതെ എൻ്റെ ദൈവം നിന്നെ നിർത്താൻ പോവുകയാ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി നിന്നെ വലിച്ചെടുക്കും. പെരുവെള്ളത്തിന് മീതെ നിർത്തുന്ന ദൈവമാ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ അവനെ ഒന്ന് സ്നേഹിക്കുക. അവനെ ഒന്ന് സ്നേഹിക്കുന്നവർ 2 കരം അടിച്ച് ഒന്ന് പ്രകടിപ്പിച്ച് പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകയ്ക്കുന്നവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവിടെ ഒരു ഭാഗം എഴുതിയിരിക്കുന്നു, അവർ എന്നിലും ബലവാന്മാരായിരുന്നു. ദാവീദ് പറയുക, അവൻ എന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. നേരാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞോണം, എന്നേക്കാൾ ബലവാന്മാരായിരുന്നു അവർ. എന്നേക്കാൾ അവരുടെ കയ്യിൽ നിന്നാണ് ദൈവം. ഇന്ന് തിരിഞ്ഞു നോക്കിക്കേ, ഇന്ന് പകൽ ഏതെങ്കിലും ഒരു വിടുതൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ ബലമുള്ളവന്റെ കയ്യിൽ നിന്ന് തന്നെയാ വിടുവിച്ചേ. പിടികിട്ടുന്നവനാമേ പറഞ്ഞോണം. പകയ്ക്കുന്നവരുടെ മുമ്പിൽ നിന്നും, ലജ്ജിക്കാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്നും കൈപിടിച്ച് നമ്മളെ ഉയർത്തിയ ദൈവം. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിക്കളഞ്ഞവർ മധ്യയിലും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. നോക്കിക്കേ, പെരുവെള്ളത്തിൽ നിന്നും ബലവാന്മാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്നിട്ട് പറയാ, അവർ എന്നേക്കാൾ ബലവാന്മാരായിരുന്നു. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്നേക്കാൾ ബലവാന്മാരായ പൈശാചിക മാനുഷിക ശക്തിയുടെ കരത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ ആരാധനയെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ വിടുവിക്കാൻ അവനിവിടെ വന്നിട്ടുണ്ട്. നിന്നേക്കാൾ അവൻ എത്ര പ്രബല
ദുർബലനാണെങ്കിലും നിന്നെക്കാൾ എത്ര ശക്തനാണേലും അവന്റെ കയ്യിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും വിടുവിച്ചെടുക്കുമ്പോൾ ദൈവത്തിന് കഴിയും. ഈ തിരിച്ചറിവ് കിട്ടുന്നവർ കരമടിച്ചു ദൈവത്തെ. എനിക്കറിയില്ല, ഒരു വിടുതൽ ഇന്ന് പകൽ ചലിക്കാൻ പോവാ. ദാവീദ് ഈ വാക്യം എഴുതുമ്പോ പറയും, എന്നെ വിടുവിച്ച് കഴിഞ്ഞാ പറഞ്ഞ അവരെന്നെ കണ്ട് ബലവാന്മാർ. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നിങ്ങളെക്കാൾ ബലമുള്ള ചില മണ്ഡലങ്ങളെ, നിങ്ങളുടെ സമസ്ത മേഖലയും പൂട്ടിക്കിട്ടിരിക്കുന്ന പൈശാചിക മാനുഷിക കരത്തിനകത്ത് നിന്ന് ദൈവം ഇന്ന് പകൽ നിന്നെ വിടുവിക്കാൻ പോവുക. എനിക്കറിയില്ല, ഒരു വിടുതൽ നിന്റെ വീട്ടിനകത്ത് വരും. കഴിഞ്ഞ ചില നാളുകളായി നിന്നെയും നിന്റെ കുടുംബത്തെയും പൂട്ടിക്കിട്ടിരിക്കുന്ന ഏതൊക്കെയോ പൈശാചിക മണ്ഡലത്തിൽ പൊട്ടിച്ചെടുത്ത് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവജനം ദൈവത്തെ ശ്രുതിക്കട്ടെ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും താൻ പകർന്നിടും കുപമഴ പോ. പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും താൻ പകർന്നിടും കൃപ. ഓ തുണ എനിക്ക് യേശുവേ, കുറവിനെ അനുദിനം താൻ നിഴലേ മറവിൽ വസിച്ചിടും താ. തുണ എനിക്ക് യേശു, ഓ കുറവിനെ അനുദിനം താൻ ഓ മറവിൽ വസി. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറ. മകൾ ദൈവാത്മാവ് ഒരു ദൂതായിട്ട് പറയുന്നു, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന, നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന, നിന്നേക്കാൾ ബലമുള്ളവൻ്റെ കൈകളിൽ നിന്ന് ദൈവം നിന്നെ ഇന്ന് പകൽ വിടുവിക്കോ. എന്ത് ചെയ്യണം? നീ അവനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നീ അവനെ സ്നേഹിച്ചാൽ നിന്നെ അവൻ വിടുവിക്കും. അടുത്ത വാക്യം നോക്കിക്കേ. എന്നെ അനർത്ഥ ദിവസങ്ങളിൽ അവർ എന്നെ ആക്രമിച്ചു. അടുത്തത്, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ശത്രു എപ്പോഴും ആക്രമിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അനർത്ഥ ദിവസങ്ങളിലാണ്. ഇസ്രായേലിനെതിരെ പലപ്പോഴും രാജാക്കന്മാർ യുദ്ധത്തിന് അവർ ഒരുങ്ങുന്ന സമയം ഏതാണെന്നറിയാമോ? അവരുടെ ശബത്ത് നാളുകളിലാണ്. അവർ റെഡിയായി നിൽക്കുമ്പോഴല്ല ശത്രു അവരെ ആക്രമിക്കുന്നത്, അവർ പ്രാർത്ഥിക്കാൻ പോകുന്നത് പോലെ. എന്നതുപോലെ അനർത്ഥ ദിവസങ്ങളിൽ നാം തകർന്നിരിക്കുമ്പോഴാണ് ശത്രു നമ്മെ ആക്രമിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചോണം. ഏതെങ്കിലും ഒരു അനർത്ഥം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോഴാണ് പിശാചിന് നമ്മളെ ആക്രമിക്കാൻ ഏറ്റവും സന്ദർഭം, ഏറ്റവും നല്ല സമയം. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോഴാവാം മറ്റൊരു വാർത്ത കേൾക്കുന്നത്. അപ്പം നമ്മുടെ സങ്കടം എന്ത് ചെയ്യും? വർദ്ധിക്കും. അതിൻ്റെ കൂടെ വേറൊരു വാർത്തയും കൂടെ ദുഃഖകരമായി കിട്ടും, വീണ്ടും എന്ത് ചെയ്യും? വർദ്ധിക്കും. പക്ഷേ ഇപ്പോൾ വന്ന ഈ 3 വിഷയവും നമ്മൾ സന്തോഷത്തോട്ടിരിക്കുന്ന സമയത്താണ് അത് നമ്മളെ വലുതായിട്ട് ബാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ജോലി പോയി നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ജപ്തിയുടെ നോട്ടീസ് വരും. ഇത്ര നാളും ജോലി ഉണ്ടായിരുന്നു, ശമ്പളം ഉണ്ടായിരുന്നു, അവർക്ക് ജപ്തിയും വേണ്ട, ഒന്നും വേണ്ട. ജോലി പോയി പൈസ ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ജപ്തിയുടെ നോട്ടീസുമായിട്ട് വാതിക്കെ ഇരിക്കുമ്പോഴായിരിക്കും അണ്ണാച്ചി വരുന്നത്. ചേട്ടാ, കളിച്ച ആഴ്ചയിലും പൈസ തന്നില്ല, ഈ ആഴ്ചയിലും പൈസ. പിരിവുകാരി, ഇന്നത്തെ പെണ്ണുങ്ങളെ മറ്റേ മറ്റേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അണ്ണാച്ചിമാരായിരുന്നു. ഞായറാഴ്ച ശനിയാഴ്ച അണ്ണാച്ചിമാരും ഡയറി ആയിട്ട് വരും. ചേട്ടാ, കളിച്ച ആഴ്ചയിലും തന്നില്ല, ഈ ആഴ്ചയിലും തന്നില്ല, എന്നാ കച്ചവടം എന്ന് പറഞ്ഞ പോലെ ലോണിൻ്റെ ഇതുമായിട്ടിരിക്കുമ്പോഴാണ് അണ്ണാച്ചിമാർ ഈ അണ്ണാച്ചിയുടെ കാര്യം ഓർത്ത്, ലോണിൻ്റെ കാര്യം ഓർത്ത് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജപ്തി ചെയ്യാൻ വേണ്ടി കടപ്പാടവും പോകും, ജോലിയും പോയി, വീടും പോയി, സമസ്തവും പോകുന്ന അനുഭവം. ഇങ്ങനെ ഒരു സ്ത്രീയെ ബൈബിളിൽ കാണുന്നു. ആ സ്ത്രീയുടെ പേരെന്നാന്നറിയില്ല, പക്ഷെ 12 വർഷമായി അവൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീയാണ്. അവൾക്കൊരു അനർത്ഥ ദിവസമായി അവരുടെ ശരീരത്തിൽ രോഗം. ഈ രോഗം അവളെ പിടിച്ചപ്പോൾ സകല വൈദ്യന്മാരുടെ അടുക്കൽ പോയി ചികിത്സിച്ചു, അവൾക്ക് സൗഖ്യമായില്ല.
അവൾ എന്ത് ചെയ്തു? അവിടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചു, സൗഖ്യം കിട്ടിയില്ല. അടുത്തത്, അവിടെ സ്വത്തുവകകൾ പോലും വിറ്റ് ചികിത്സിച്ചു, അവൾക്ക് സൗഖ്യമായില്ല. എന്താണ് അവിടെ രോഗം? അവിടെ രോഗം എന്തുവാ? രക്തസ്രാവം, ബ്ലീഡിങ്. ഒരു ഗുളിക കഴിച്ചാൽ തീരുന്ന കേസാ. ഒരു ചെറിയ ഗുളിക കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട ഒരു ട്രിപ്പിട്ടാൽ തീരുന്ന കേസാ. 12 വർഷമായിട്ട് ഇവിടെ വിഷയത്തിന് മറുപടിയില്ല. അനർത്ഥ ദിവസങ്ങളിൽ ശത്രുവിൻ്റെ ആക്രമണം. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ അനർത്ഥ ദിവസങ്ങളിൽ നിന്നെ തകർക്കാൻ വന്ന പൈശാചികന്റെ കരത്തിൽ നിന്നും ദൈവം നിന്നെ ഇന്ന് പകൽ വിടുവിക്കാൻ പോവുക. ഏതൊക്കെയോ ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ, ഏതൊക്കെയോ അനർത്ഥത്തിനകത്ത് കണ്ണുനീരോടെ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് വന്ന് മാനസികമായും ശാരീരികമായും നിന്നെ തകർക്കുന്ന ഏതൊക്കെയോ പൈശാചികന്റെ പദ്ധതിക്കകത്തു നിന്ന് എന്റെ ദൈവം നിന്റെ കരം പിടിച്ച് ഈ പകൽ പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അങ്ങാറ്റത്തിരിക്കുന്ന അമ്മയെ നോക്കി ദൈവാത്മാവ് പറയുന്നുണ്ട്, അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതേ ദൂത് ദൈവാത്മാവ് പറയുന്നു, ഏതൊക്കെയോ കഷ്ടതകളും വേദനയും നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തുടർമാനമായി മാറി മാറി നിന്റെ കുടുംബത്തിനകത്ത് ആഞ്ഞടിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, അത് നിന്നേക്കാൾ ബലമേറിയ ശത്രുവിൻ്റെ പദ്ധതിയാ. ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു, പകയ്ക്കുന്നവന്റെ മധ്യത്തിൽ നിന്നോ ശത്രുവിൻ്റെ പക്ഷത്തു നിന്നോ അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി നിന്നെയും നിന്റെ കുടുംബത്തെയും വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് മകൾ ചലിക്കോ. വിശ്വാസത്തോടെ അവനെ ഒന്ന് സ്നേഹിപ്പാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. പലപ്പോഴും നീ അകന്നു പോയിട്ടുണ്ട്, പലപ്പോഴും ഈ സ്നേഹത്തിൽ നിന്ന് ഓടിപ്പോയി. ഇന്ന് മകൾ ദൈവാത്മാവ് പറഞ്ഞു, അടുത്തു വന്നാൽ ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ, ഞാൻ നിന്റെ കൈ പിടിച്ചുയർത്തും. പകയ്ക്കുന്നവന്റെ കയ്യിൽ നിന്നും ശത്രുവിന്റെ കയ്യിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. രാമൻ പറയുന്നു, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവരെന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ നടത്തുക. അനർത്ഥ ദിവസത്തിൽ ശത്രു നമ്മളെ തകർക്കാൻ വരും. പക്ഷേ ആ സമയത്ത് ദൈവം നിനക്ക് തുണയല്ലെങ്കിൽ നീ പരാജയപ്പെട്ട് വീഴും കേട്ടോ. അതുകൊണ്ട് ഈ പകൽ ആരോടൊക്കെ ദൂത് പറയുന്നു, നിന്റെ ഈ അനർത്ഥ ദിവസത്തിൽ മറ്റുള്ള ഒരുവന്റെ തുണ നീ നോക്കല്ല. നിന്നെ വിടുവിക്കാൻ കഴിയുന്ന സർവശക്തന്റെ പാദപീഠത്തിൽ ഇരുന്നോ. നിന്നേക്കാൾ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അവൻ പെരുവെള്ളത്തിനകത്ത് വീണ പോലെ, പെരുവെള്ളത്തിനകത്ത് വീണ ഒരു കുഞ്ഞിനെ പോലെ ആരൊക്കെയോ പിടയ്ക്കുന്ന ഹൃദയവുമായി ഇന്ന് പകലിരിക്കുമ്പോ ദൈവം പറയുന്നു, നിന്നെ കൈപിടിച്ചുയർത്തുന്ന ദൈവമുണ്ട്. ഒരു കുഞ്ഞുകുട്ടി പെരുവെള്ളത്തിനകത്ത് വീണു പോയാൽ എങ്ങനെ ഇരിക്കും? ഒരു കുഞ്ഞുകുട്ടി പെരുവെള്ളത്തിന് വീണു പോയാൽ എങ്ങനെ ഇരിക്കും? ഇതേപോലത്തെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ആരോടൊക്കെ ഈ ദൂത് പറയുന്നേ, നിന്നെ ഈ പെരുവെള്ളത്തിനകത്തൊന്ന് വലിച്ചെടുത്ത് നിന്നേക്കാൾ ബലവാനായ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുത്ത് നിനക്ക് നല്ല ഒരു അവകാശം തന്ന് നിന്നെ പാറമേൽ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. അവന്റെ അനർത്ഥ ദിവസത്തിൽ മറവിടത്തിൽ ഒളിക്കുക. അവിടെ പ്രിയരേ, അനർത്ഥ ദിവസങ്ങൾ വരുന്നതിന് മുമ്പ് മറവിടത്തിൽ ഒളിച്ചോണം. നമ്മുടെ ജീവിതത്തിലൊക്കെ അനർത്ഥ ദിവസങ്ങൾ വരാം. ഈ അനർത്ഥ ദിവസങ്ങളിൽ ശത്രു നമ്മളെ ആക്രമിച്ച് തുരത്താതിരിക്കാൻ പാറയുടെ വരവിലും കടുംതൂക്കുകളുടെ ഇടയിലും ഇടിച്ചിരിക്കുന്ന പ്രാവിനെ പോലെ കർത്താവിൻ്റെ മറവിടത്തിലേക്ക് ചേർന്നിരിക്കാം. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ ശത്രുക്കളുടെ മുൻപേ മേശകുരുക്കും. വിശ്വസിക്കുന്നവർ അക്കാരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ, ഒരിക്കൽ കൂടെ സ്തുതിച്ചേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നെ വിടുവിച്ചു. അടുത്തത് 19-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അവൻ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നു? വിശാലതയിലേക്ക്. ഒരു വിശാലത ആഗ്രഹിക്കുന്നോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലത നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അവനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. സ്നേഹിച്ചാൽ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത്, ബലമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്ത് നിന്നെ അവൻ വിശാലതയിൽ
കൊണ്ടുവരും. ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ കുടുംബത്തിനകത്തൊരു വിശാലത തരും. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട്. ഒരു പ്രസാദം ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദൈവപ്രസാദം ലഭിപ്പാൻ എന്ത് ചെയ്യണം? പണ്ട് നമ്മൾ അതിൻ്റെ ഒരു മെസ്സേജ് തന്നെ പറഞ്ഞതാണ്. 150 കാര്യം ഞാൻ പറഞ്ഞതാണ് ഒരു നമ്മുടെ കൊറോണ സമയത്ത് ഓൺലൈനിൽ. ദൈവപ്രസാദം ലഭിപ്പാൻ എന്ത് ചെയ്യണം? ഒരാഴ്ച ഞാനതാ പ്രസംഗം. ദൈവം ഒരു വാക്കും കൂടെ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിപ്പാൻ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഡോസ് ഈ ആഴ്ച. ഒരു വിശാലത നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ആഴ്ച ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പിണങ്ങിയിരിക്കുന്നവരോടൊക്കെ വീണ്ടും ശക്തിയായിട്ട് ഉണ്ടെന്നില്ല, വീണ്ടും ശക്തിയായിട്ട് അവരോട് ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വരെ ചെറുതായിട്ട് പിണങ്ങിയിരുന്ന് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് കിടക്കുമ്പോൾ പുകയ്ക്കത്തേ ഉള്ളായിരുന്നു മുളകിട്ട്. നീ ചെല്ലുമ്പോൾ നീനും എന്നാ ചെയ്യണം? മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. എല്ലാവരെയും സ്നേഹിക്കണം. ശത്രുക്കളെല്ലാം അങ്ങ് സ്നേഹിക്കണമെന്ന്. ചുമ്മാ കാണുമ്പോൾ പിണങ്ങിയിരിക്കും. അളിയ എളുപ്പ അളിയ വണ്ടറടിക്കും. മിണ്ടിയില്ലേലും അവനെ സ്നേഹിക്കണം. എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കും. ദൈവം നിന്നെ സ്നേഹിച്ചാൽ അടുത്തത് ഒരു വിശാലത, ഒരു വിടുതൽ. അപ്പോൾ ഒരു വിടുതൽ നേടുക എന്ത് ചെയ്യണം? ചുമ്മാ വിടുതലാന്ന് പറഞ്ഞ് ചാടി അവിടെ കിടന്ന് തുള്ളിയായിരുന്നു വിടുതൽ കിട്ടുക കേട്ടോ. അങ്ങനെയൊക്കെ ചിലർ വന്ന് പറയും, ഇവിടെ കിടന്ന് തുള്ളിക്ക് ഇപ്പം വിടുതല കിട്ടും. മിക്കവാറും വിടുതൽ മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. വിടുതൽ പ്രാപിപ്പാൻ എന്നാ ചെയ്യണം? ഒന്നുകൂടെ പറയണം. വിടുതൽ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ ആ തെളിവെന്ന്. ഇത്രയേ ഉള്ളൂ ഈ ആഴ്ച സങ്കീർത്തനം, വേറെ ഒന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്ത് ഈ ആഴ്ച അങ്ങോട്ട് പോക്കെ അടുത്ത ആഴ്ച നല്ല ഒരു വിടുതൽ നിങ്ങൾ കാണും. ഇല്ലെങ്കിലോ, വിടുതൽ വന്നില്ലല്ലോ, ഓർത്തോണം, ഞാൻ ദൈവത്തെ സ്നേഹിച്ചില്ല, ശത്രുവിനെ സ്നേഹിച്ചില്ല, കുശുമ്പും മുന്നായ്മയായിട്ട് നീ വിതച്ചത് തന്നെ മിക്കവാറും കൊയ്യും. ഈ ആഴ്ച ഏത് വിതയ്ക്കോ അത് കൊയ്യും. പിണക്കം വിതച്ചാൽ പിണക്കം കൊയ്യും. ഇണക്കം വിധിച്ചാൽ നന്മ കൊയ്യും. പിണക്കം വിധിച്ചാൽ പിണക്കം കൊയ്യും. ഇണക്കം വിധിച്ചാൽ നന്മ കൊയ്യും. ആമേൻ പറഞ്ഞാട്ടെ. വ്യവസ്ഥയനുസരിച്ചാൽ അവസ്ഥ മാറും. വ്യവസ്ഥയനുസരിച്ചാൽ അവസ്ഥ മാറാൻ ആഗ്രഹിക്കുന്നോ? എന്ത് ചെയ്യണം? വ്യവസ്ഥ. എന്താ വ്യവസ്ഥ? എല്ലാം പറഞ്ഞു ഇനി റിവൈൻഡ് ചെയ്യുന്നില്ല. ഇനി വിടുതൽ കിട്ടിയില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ല, ഈ സഭയിൽ വന്നിട്ടും ആ സഭയിൽ പോയിട്ടും കിട്ടിയില്ല, അപ്പുറം എന്നിട്ടും കിട്ടിയില്ല, അവർ പ്രാർത്ഥിച്ചിട്ടും കിട്ടി, ഒന്നും കാര്യമില്ല. നീ ശരിയായ മതി, ഇവിടെ വിടുതല. നല്ലൊരു ആമേൻ പറ. ദൈവം സഹായിക്കട്ടെ. സാക്ഷ്യത്തിനുള്ള സമയം.